ഇന്ത്യയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് വധശിക്ഷ. നമ്മൾ ജയിലുകളിൽ വധശിക്ഷ നടപ്പിലാക്കുന്ന സംവിധാനം ഗാലോസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ നിലവിൽ 2 ജയിലുകളിലാണ് ഈ സംവിധാനം ഉള്ളത്. ഒന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലും ഒന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലും. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ പ്രത്യേകത നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മാതൃകയാണ്. അതായത് ഒരു സമയം 2 പ്രതികളെ നമുക്ക് തൂക്കിക്കൊല്ലാൻ കഴിയും. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണെങ്കിൽ 1 പ്രതിയെ കൊള്ളാൻ പറ്റും. അപ്പൊ ഇതിപ്പോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് എക്സിക്യൂഷൻ നടപടികളെല്ലാം ചെയ്യുന്നത് ആരാച്ചാറാണ്. അറിയാലോ, ആരാച്ചാർ എന്നുള്ള ഉദ്യോഗസ്ഥരായിരിക്കും. ഇപ്പൊ നിലവിൽ കേരളത്തിൽ ആരാച്ചാർ എന്നുള്ള ഒരാളില്ല. നമ്മൾ കഴിഞ്ഞ തവണ ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച കയറാണ്. ഇയാളെ തൂക്കിക്കൊല്ലുന്നതിലേക്ക് വേണ്ടിയിട്ട് പത്രങ്ങളിലൊക്കെ പരസ്യം വന്നായിരുന്നു. ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആരാച്ചാറിന്റെ വേക്കൻസി ഉണ്ടല്ലോ. പക്ഷെ അപേക്ഷകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് അപേക്ഷ, 15,000-ഓളം മേലെ അപേക്ഷകൾ വന്നു. അപ്പൊ എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു തൂക്കിക്കൊല്ലാൻ തയ്യാറായിട്ട് വന്നത്. പ്രതിഫലം 2 ലക്ഷം രൂപ കിട്ടും. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരെ ആദ്യം പരിഗണിക്കുക. തൂക്കിക്കൊല്ലാൻ താല്പര്യം ഉണ്ടെങ്കിൽ. അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ മാത്രമേ പബ്ലിക്കിനെ പരിഗണിക്കുള്ളൂ. ഇതിന്റെ വിവരങ്ങളൊന്നും പുറത്തു വിടില്ല ആരാണ് തൂക്കിക്കൊന്നതെന്ന്. വേറെ പരിപാടിയൊന്നുമില്ല. ഒരു ലിവർ വലിക്കണം, കഴുത്തിൽ ഹൂക്കെടുത്തിട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. സ്ത്രീകളധികം കൊടുത്തിട്ടില്ല അപേക്ഷയിൽ. സ്ത്രീകളെ അന്ന് പരിഗണിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അവരെ പരിഗണിക്കാറില്ല. നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സിക്യൂഷൻ നടപടികളൊക്കെ ആരംഭിക്കുന്നത്, അതായത് ഒരു പ്രതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അറിയാലോ, ജയിലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രതിയെ നമ്മൾ സാധാ തടവുകാരെ ഒരു ശിക്ഷാപ്രതിയെ പരിഗണിക്കുന്നത് പോലെ പരിഗണിക്കും. പക്ഷെ അയാൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജയിലിലെ പരോള്, റെമിഷൻ, അങ്ങനത്തെ കുറെ നടപടികൾ, അതൊന്നും ഈ പ്രതിക്ക് യാതൊരുവിധ പരിഗണനയില്ല. പക്ഷെ സാധാ ഒരു തടവുകാരൻ വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ളവർ സാധാ ലൈഫ് ഇംപ്രൂവ്മെന്റ് വിധിക്കപ്പെട്ട തടവുകാരനായിട്ട് പരിഗണിക്കും. പക്ഷേ ജോലി മസ്റ്റായിട്ട് ചെയ്തേ പറ്റും. അതായത് ജയിലിൽ ശിക്ഷിക്കപ്പെട്ട തടവുകാരെ ജോലി ചെയ്യിപ്പിക്കണമെന്നാണ്. സാധാരണ കഠിന തടവാണെങ്കിൽ നിർബന്ധമായിട്ട് ജോലി ചെയ്യിപ്പിക്കണം. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മെഡിക്കൽ ഓഫീസർ വന്ന് പരിശോധിച്ചിട്ട് അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ജോലി ചെയ്യാൻ പറ്റില്ല എങ്കിൽ മാത്രമേ അയാൾക്ക് ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ അയാളെ കൊണ്ട് ജോലികൾ ചെയ്യിപ്പിക്കണമെന്ന് തന്നെയാണ് നമ്മൾ. ഇയാൾക്ക് നമ്മൾ അറിയാമല്ലോ, നമുക്ക് ഒരു കോടതിയിൽ വിധി വരുന്നത് അയാളെ ശിക്ഷിക്കുന്ന കോടതി ഒരു സെഷൻസ് കോടതിയായിരിക്കും. ഇയാൾക്ക് അപ്പീലിന് പോകും, ഹൈക്കോടതി പോകും, സുപ്രീം കോടതി പോകും. സുപ്രീം കോടതി ശരിവെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അടുത്ത വഴി എന്ന് വെച്ചാൽ ദയാഹർജി കൊടുക്കുക. ദയാഹർജി തള്ളുന്ന സമയത്താണ് നമ്മൾ നടപടികൾ ആരംഭിക്കുന്നത്. നമുക്ക് ആ സമയം നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ കയറുണ്ടാക്കുക, ഇയാളെ തൂക്കിക്കൊല്ലുന്നത്, ഗാലോസ് റെഡിയാക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ 3 കയറുണ്ടാക്കും. ഇത് പരുത്തി നൂലിൽ ഉണ്ടാക്കുന്ന ഒരു കയറാണ്. 2.5 സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ വ്യാസം. ഇനി ഈ പ്രതിയുടെ ഭാരത്തിനനുസരിച്ചിട്ട് ഇതിന്റെ കയറിന് വ്യത്യാസം ഉണ്ടാകും. അതായത് ഒരു 44 കിലോയ്ക്ക് താഴെയാണെങ്കിൽ 1.98 ആ റേഞ്ചിൽ, അങ്ങനെ വെയിറ്റിനനുസരിച്ചിട്ട് ഈ കയറിന്റെ നീളത്തിന് വ്യത്യാസം ഉണ്ടാകും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചരട് നമ്മളതിനെ ഈ എക്സിക്യൂഷൻ നടത്തുന്നതിന് തൊട്ടടുത്ത തലേദിവസങ്ങളിൽ ഇതിന്റെ ബലപരീക്ഷണം നടത്തും. ഇയാളുടെ 1.5 മടങ്ങ് ഭാരമുള്ള വസ്തുക്കൾ വെച്ചിട്ട് ഇതിന്റെ ബലക്ഷമതയൊക്കെ ഉറപ്പുവരുത്തിയതിനു ശേഷം ഇയാളെ എന്നാണ് തൂക്കിക്കൊല്ലുന്നത് ആ ദിവസം രാവിലെ ഇയാളെ സൂര്യോദയ സമയത്തായിരിക്കും. അപ്പോൾ വന്നിട്ട് ഇയാളുടെ ബ്ലാക്ക് വാറണ്ട് എന്നൊരു വാറണ്ട് ഉണ്ട്. അത് നമുക്ക് ഈ ശിക്ഷിക്കുന്ന കോടതിയിൽ നിന്നാണ്. സുപ്രീം കോടതി, രാഷ്ട്രപതിയാണ് ഇയാളുടെ ദയാഹർജി തള്ളുന്നതെങ്കിലും നമുക്ക് ഇയാൾക്ക് തൂക്കിക്കൊല്ലാം എന്ന് പറഞ്ഞൊരു ഒരു ഉത്തരവ് തരുന്നത് ഇയാളെ ശിക്ഷിച്ച കോടതിയിൽ നിന്നാണ്. അതിലെ ബ്ലാക്ക് വാറണ്ട് എന്നാണ് പറയുന്നത്. സാധാരണ റിമാൻഡ് വാറണ്ട് ഉണ്ട്, ശിക്ഷാ വാറണ്ട് ഉണ്ട്, അതുപോലെ എക്സിക്യൂഷൻ നടത്തുന്ന വാറണ്ടാണ് ബ്ലാക്ക് വാറണ്ട്. ഈ ബ്ലാക്ക് വാറണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇയാളെ ഒരു പ്രത്യേക സെല്ലിലേക്ക് പാർപ്പിക്കും. അതുവരെ സാധാ തടവന്നായിരിക്കും. ഒരു പ്രത്യേക സെല്ലിലോട്ട് മാറ്റി പാർപ്പിക്കുക. അതീവ സുരക്ഷയിലായിരിക്കും പാർപ്പിക്കുക. ഇയാളെ അക്രമാസക്തനോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇയാളെ വേണമെങ്കിൽ നമുക്ക് കൈകളും കാലും ബന്ധിപ്പിച്ചിടാം. പിന്നെ മെഡിക്കൽ ഓഫീസർ വന്ന് എല്ലാ ദിവസവും പരിശോധിക്കും. ആരോഗ്യവാനായ ഒരാളെ മാത്രമേ തൂക്കിക്കൊല്ലാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ തൂക്കിക്കൊല്ലാൻ പറ്റില്ല. അത് നമ്മൾ ബന്ധപ്പെട്ട കോടതിയിലും സുപ്രീം കോടതിയിലും ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം എക്സിക്യൂഷൻ നടപ്പിലാക്കുന്ന ദിവസം രാവിലെ വന്നിട്ട് ഇയാളെ സെല്ലിൽ വന്ന് നമ്മൾ സൂപ്രണ്ട് ഇയാൾക്ക് ഈ എക്സിക്യൂഷൻ വാറണ്ട്, ബ്ലാക്ക് വാറണ്ട് വായിച്ചു കേൾപ്പിക്കും. അത് ഇംഗ്ലീഷിലായിരിക്കും. വായിച്ചിട്ട് ഇയാൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയില്ലായിരിക്കും. ഇയാൾക്ക് ഏത് ലാംഗ്വേജാണോ അറിയുന്നത് അതിനുശേഷം ഇതിനെ അയാളുടെ ലാംഗ്വേജിലേക്ക്, മലയാളം, ഹിന്ദിയോ തമിഴോ, അതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഈ നിയമപരമായിട്ട് എന്തെങ്കിലും നിയമപരമായി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അവസാന ആഗ്രഹങ്ങൾ അത് കൊടുക്കാം എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇയാളെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരും. എക്സിക്യൂഷൻ നടപ്പിലാക്കുന്ന ഈ ഗാലോസിലേക്ക് കൊണ്ടുവരും. കൈകൾ പുറകെ കെട്ടിയിട്ടുണ്ടാവും. മുഖം മൂടി, ഇവിടെ കൊണ്ടുവന്ന് മുഖം മൂടിയൊക്കെ അണിയിക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കയറ്റി നിർത്തും. ഇയാളെ കൂടെ ഇയാൾക്ക് വേണമെങ്കിൽ ഇയാളെ ബന്ധുക്കൾക്ക് കാണാം. അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ 12ഓളം ആൾക്കാർക്ക് ഇത് കാണാനുള്ള അവസരമുണ്ട്. കാരണം ആ ബന്ധുക്കൾ കാണണമെന്ന് അപേക്ഷ കൊടുക്കുന്നതിന് സൂപ്രണ്ട് അനുവദിക്കാം. പിന്നെ മജിസ്ട്രേറ്റ്, ജയിലിലെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും. എന്നിട്ട് കൊണ്ടു നിർത്തിയതിനു ശേഷം ഈ ലിവർ വലിക്കുന്നവരും ഈ പ്ലാറ്റ്ഫോം നീങ്ങി പ്രതിഹാരം. ഇങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം സമയം ഇങ്ങനെ ഹാങ്ങായി നിൽക്കും. ഹാങ്ങായി നിന്നിട്ട് ഇതൊരു
ഇതിന്റെ താഴേക്ക് ഒരു സൈഡിൽ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും. അതുവഴി നമ്മൾ ഇത് ഇപ്പൊ നമ്മൾ കാണിച്ചിരിക്കുന്നതിന്റെ മുകളിലാണ് നിൽക്കുന്നത്. പ്രതി എപ്പോഴും ഈ പ്ലാറ്റ്ഫോമിന് താഴെ ആയിരിക്കും. നമുക്കിത് താഴോട്ട് ഇറങ്ങി വരാം. ഇറങ്ങി വന്നിട്ട് മെഡിക്കൽ ഓഫീസിൽ വന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് പരിശോധിച്ച് മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ബോഡി അയച്ചെടുക്കും. എന്നിട്ട് ഇതിന് ഈ മതിലിനോട് ചേർന്ന്, അതായത് ഈ ഗാലോസിന്റെ പുറത്ത് അവിടെ ഒരു വാതിലുണ്ടാവും. ആ വാതില് അപ്പോഴും മാത്രമേ തുറക്കാറുള്ളൂ ജയിലുകളിൽ. സാധാരണ ജയിലുകളിൽ ഒരു വാതിലേ ഉണ്ടാവുള്ളൂ. ഈ മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പ്രതിയെ ഇതുവഴി കൊണ്ടുപോകാറില്ല. അതിനടിയിൽ കൂടെ തന്നെ ഒരു വാതിലുണ്ടാവും സെൻട്രൽ ജയിലിൽ. അപ്പൊ ഈ വാതിൽ വഴി ഈ ബോഡി പുറത്തേക്ക് കൊണ്ടുപോകും. ഇയാളെ ബന്ധുക്കൾക്ക് ആവശ്യമുണ്ട്, ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ ബോഡി വിട്ടുകൊടുക്കും, ഇല്ല എങ്കിൽ ജയിലിൽ തന്നെ സംസ്കരിക്കും. കേരളത്തിൽ ഏറ്റവും അവസാനം തൂക്കിക്കൊല നടന്ന 1991 കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാണുന്ന റിപ്പർ ചന്ദ്രനെയാണ് തൂക്കിക്കൊന്നിട്ടുള്ളത്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ 1979 അഴകേശൻ എന്നൊരു പ്രതിയാണ് തൂക്കിക്കൊന്നത്. കേരളത്തിൽ നിലവിൽ ഇപ്പോൾ വിവിധ ജയിലുകളിലായി 35ഓളം പ്രതികൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്നുണ്ട്. ഇതാണ് ആ ചരട്. 2.5 സെന്റിമീറ്ററാണ് ഇതിന്റെ വ്യാസം.